മലമ്പുഴയിൽ ഒരിക്കൽ കൂടി പൂക്കാലം വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചെണ്ടുമല്ലി, അതുപോലെ റോസാപ്പൂക്കൾ, ബംഗ്ലാവ്, അങ്ങനെയുള്ള ധാരാളം പൂക്കളുണ്ട്. ഒപ്പം പാഴ് വസ്തുക്കളിൽ നിന്നുണ്ടാക്കിയ സാധനങ്ങൾ കൂടെ കാണാം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൗതുകം തോന്നിക്കുന്ന രീതിയിലുള്ള ധാരാളം ആളുകൾ. ഇപ്പോൾ പൊങ്കൽ തമിഴ്നാട്ടിൽ അവധിയാണ്, ഇനിയിപ്പോൾ ശനിയും ഞായറും കൂടെ വരുന്നു. അപ്പം ധാരാളം ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മലമ്പുഴ ഉദ്യാനത്തിൽ ഇത്തരമൊരു പൂക്കാലം എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് വൈകുന്നേരം കലാപരിപാടികളും ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാനായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ ഗാർഡനിലെ സൂപ്പർവൈസറാണ് അജേഷ് ഉണ്ട്. അജേഷ്, എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണികളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്രാവശ്യം പൂക്കാലം പോയ വർഷത്തെക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് വെച്ചു എന്നുള്ളതല്ലാണ്ട് ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് ഒരുക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ ചിത്ര മാഡം മീറ്റിംഗ് കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാംഗ്ലൂർ നിന്നുള്ള ഹൈബ്രിഡ് സീഡ്സ്, സീസണൽ പ്ലാന്റ്സ് സീഡ്സൊക്കെ വാങ്ങിച്ച് നമ്മൾ തന്നെ നഴ്സറിയിൽ പാകി മുളപ്പിച്ച് ഇവിടുത്തെ തന്നെ ജീവനക്കാരെ കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഗംഭീരമായൊരു കാഴ്ച വിരുന്നാണ്. വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റോടും കണ്ടോ? കാണാണ്ടായിരിക്കേനെ. രസമുണ്ട്. എവിടെന്നാ? பொள்ளாச்சிலேருந்து. பொங்கல் பார்த்தாங்க. நல்லா இருக்கு. തമിഴ്നാട്ടിൽ ഈ പൊങ്കലായതുകൊണ്ട് ധാരാളം പേര് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒന്ന് നല്ല ഭംഗിയായിട്ട് വർണ്ണാഭമായ പൂക്കളെ കൊണ്ട് ഇങ്ങനെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം. എന്തൊക്കെ പൂക്കളുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. അങ്ങനെ കാണാൻ ഒരു അത്ഭുതം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. കുട്ടികളൊക്കെ കണ്ട് ആസ്വദിക്കാനുണ്ട്. എല്ലാവരും വരാത്തതൊക്കെ വരാൻ പറയും. കാണാനൊക്കെ സൂപ്പറായിട്ടുണ്ട്. മലമ്പുഴ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ താല്പര്യം ഉണ്ടാവും. എന്തായാലും ഈ ഒരു 22-ാം തീയതി വരെ തന്നെ ആൾക്കാർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഇതാണ് ഒരുക്കിയിരിക്കുന്നത്. മൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.